മിഡ് വീക്ക് സസ്പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ടാസ്ക് തന്നെയാണ് നാളെ നടക്കുന്നത്. നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. ഫ്രിഡ്ജ് നിറയ്ക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ്. ഈ ടാസ്കിൽ പക്ഷേ വഴക്ക് നടക്കുന്നുണ്ട്. റെന ഫാത്തിമ ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. അനീഷുമായിട്ട് തർക്കിക്കുന്നുണ്ട്. അവിടെ പലരും തമ്മിൽ തമ്മിൽ വഴക്കിടുന്നുണ്ട്. ബിഗ് ബോസ് ഇതിനിടയിൽ ഇടപെടുന്നുണ്ട്. അപ്പം നാളെ ബിഗ് ബോസ് വീട്ടിൽ ചെറിയ വഴക്കുകൾ ഈ ടാസ്കുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ടാസ്ക്കാണ്. അജ്ഞാതവാസത്തിന് പോകേണ്ടി വരും. അവിടെ ക്യാമറ ഉണ്ടാകില്ല എന്ന് ബിഗ് ബോസ് തീർത്ത് പറഞ്ഞു. ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതായത് ബിഗ് ബോസിനകത്താണെന്ന് വെച്ചാൽ ആണ്. പക്ഷെ ഒരു പ്രയോജനവും കണ്ടസ്റ്റൻസിന് കിട്ടില്ല. സസ്പെൻഡ് ആകപ്പെടുന്ന 2 പേർക്കും ഒരു ഗുണവും കിട്ടില്ല. അതുകൊണ്ട് തന്നെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ റെന ഫാത്തിമ ഇപ്പോൾ 2 ദിവസമായിട്ട് ആക്റ്റീവായി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം ഈ ടാസ്ക് തന്നെയാണ്. അതിലുപരിയായിട്ട് റെനയുടെ ഗ്രൂപ്പ് ശ്രദ്ധിച്ചാൽ മതി. റെന കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ആര്യനുമായിട്ടും അതുപോലെ നമ്മുടെ ജിസേലുമായിട്ടുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തന്നെയാണ് റെനയെ ടാസ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത്. റെന ടാസ്കിൽ ഇപ്പോൾ ഒന്നാമത് എത്തുകയും അവരുടെ പോയിന്റ്സ് 6 ഇപ്പോൾ. ഏറ്റവും കൂടുതൽ പോയിന്റ്സ് റെനയ്ക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഗെയിം റെനയ്ക്ക് വളരെ പ്രധാനമാണ്. ഒന്നാമത് എന്നുള്ള സ്ഥാനം നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടുകൂടി ആയിരിക്കണം നാളെ വഴക്കിടുന്നത്. എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് നാളെ ലൈവിലൂടെയും എപ്പിസോഡിലൂടെയും ഒക്കെ അറിയാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.